ഇന്നത്തെ പ്രോഗ്രാമിൽ നമ്മൾ പറയുന്നത് 9 എന്ന് പറയുന്ന പർപ്പിൾ സ്റ്റാറിനെ പറ്റിയാണ്. അതായത് ഈ കാലഘട്ടത്തിൽ സമ്പത്തിന്റെ സ്റ്റാറായി നിലകൊള്ളുന്ന 9നെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഈ വർഷം 2025 കിഴക്ക് ഭാഗത്താണ് 9 വന്നിരിക്കുന്നത്. അപ്പോൾ കിഴക്ക് ദർശനമുള്ള, കിഴക്ക് പ്രധാന വാതിലുള്ള വീടിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം സാമ്പത്തികമായി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വർഷമാണ് ഈ പറയുന്ന 2025. എന്താണെന്ന് ചോദിച്ചാൽ ഫെങ്ഷു പ്രകാരം 2025 കിഴക്കിൽ നിങ്ങൾക്ക് വെൽത്ത് സ്റ്റാർ 9 വന്നിട്ടുണ്ട്. അത് സമ്പത്ത് കൊണ്ടുതരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ സമ്പത്തിന്റെ ഫലങ്ങൾ കൂടുതലായി പിടിച്ചു വാങ്ങിക്കാൻ അല്ലെങ്കിൽ നേടിയെടുക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, കിഴക്ക് ഭാഗത്ത് എൻട്രൻസിൽ റെഡ് കളർ മാറ്റ് ഇടാം. റെഡ് കളേഴ്സ്, അതായത് 9 എന്ന് പറയുന്നത് ഫയർ എലമെന്റ് ആണ്. അതിൻ്റെ നിറമെന്ന് പറയുന്നത് റെഡാണ്. അപ്പോൾ ഈ വന്നിരിക്കുന്ന 9നെ കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആക്കാനായിട്ട് ഈ റെഡ് കളറിന് സാധിക്കും. അതായത് അതിൻ്റെ എനർജി കൂട്ടാൻ സാധിക്കും. അടുത്തത്, ഈ ഭാഗത്ത് ലക്കി ബാമ്പു വയ്ക്കാം. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റ് പെന്നിലേക്ക് വന്ന സ്റ്റാർ 9 ആണ്. അപ്പം ഈ ഫയറിനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വുഡ് എലമെന്റ് ആണ്. അപ്പോൾ ഈ വുഡ് എലമെന്റ് നമുക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കാം. അതുപോലെ ലക്കി ബാമ്പു വയ്ക്കാം. അടുത്തത്, ഫെങ്ഷുയുടെ മറ്റൊരു തിയറി എന്ന് പറയുന്നത് ആനുവൽ സ്റ്റാർ 9 വരുന്ന സ്ഥലത്തിന് വാട്ടർ ആക്ടിവേഷൻ കൊടുക്കുകയാണെങ്കിൽ സമ്പത്ത് വർദ്ധിപ്പിക്കും എന്നുള്ള മറ്റൊരു ഇതുണ്ട്. അപ്പോൾ അവിടെ ഒരു ചെറിയ ഫൗണ്ടൻ വെക്കുകയോ അല്ലെങ്കിൽ ഒരു അക്വേറിയം വെക്കുകയോ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ സമ്പത്ത് വർദ്ധിക്കും. അതുപോലെ നമുക്ക് അവിടെ ചെയ്യാവുന്ന മറ്റൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽത്ത് സിമ്പിൾസ് വയ്ക്കാം. അപ്പം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൗത്ത് വെസ്റ്റ് ബെഡ്റൂമിനകത്ത് നമുക്ക് 9 നിൽക്കുന്നുണ്ട്, അവിടെ ഒരു വെൽത്ത് സിമ്പിൾസ് വയ്ക്കുന്നത് നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വെൽത്ത് സിമ്പിൾസ് നിങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അവിടെ നിന്നും മാറ്റി ഇപ്പോൾ ഈസ്റ്റിലേക്ക് കൊണ്ടുവരാം. വെൽത്ത് സിമ്പിൾസിനകത്ത് നമുക്ക് ചൈനീസ് കോയിൻസ്, ട്രിൻ ഇൻഗോട്ട്, അങ്ങനെ എല്ലാം കൂടെ വെച്ച് നമ്മുടെ കോയിൻസ് എല്ലാം കൂടെ ഇട്ടിട്ട് ഒരു നിധി ഇരിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്ന രീതിയിൽ ഈ സ്ഥലത്ത് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇത് ഒരു പെൻസിൽ ക്രിസ്റ്റലാണ്. ഇപ്പം ഇതിൻ്റെ കുറച്ചും കൂടെ വലിയ സൈസ് ഉണ്ട്, അതിനെ മാസ്റ്റർ ക്രിസ്റ്റൽ എന്ന് പറയും. ഈ വലിയ സൈസ് ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഇത് ക്രിസ്റ്റൽ ഹീലിംഗ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ടെക്നിക്കാണ്, വേറൊരു കോഴ്സാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനെ എനർജൈസ് ചെയ്യാൻ പറ്റും. എനർജൈസ് ചെയ്തിട്ട് ഇതിനകത്ത് ഈ വിഷ്വൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു മാർഗം എന്ന് പറയുന്നത്, ഒരു ആവശ്യം എന്ന് പറയുന്നത്, പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് പ്രോഗ്രാം ചെയ്ത് കൈവശം സൂക്ഷിച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് എക്സാമിനെടുത്ത് എഴുതാനായിട്ട് സാധിക്കും. ഈ ക്രിസ്റ്റൽസ് നമുക്ക് വെൽത്ത് സിമ്പിൾസ് വയ്ക്കാനായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞു. അതിൽ ഇത്തരത്തിലുള്ള ബ്രാസ് കോയിൻസ് ഉപയോഗിക്കാം, ഗോൾഡ് കോയിൻസ് ഉപയോഗിക്കാം, സെറ്റിൻ്റെ സ്റ്റോൺസ് ഉപയോഗിക്കാം, ഇൻഗോട്ട് ഉപയോഗിക്കാം. ഇതെല്ലാം ഓരോ പീസാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. നിങ്ങളുടെ സാമ്പത്തികം അനുസരിച്ച് എത്രത്തോളം ഇതിനെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ കൂട്ടാൻ പറ്റുമോ അത്രത്തോളം രീതിയിൽ നിങ്ങൾക്ക് കൂട്ടി എവിടെ വയ്ക്കാം? 2025 ഈസ്റ്റിൽ വയ്ക്കാം. ഇത് നിങ്ങളിലേക്ക് സമ്പത്തിനെ ആകർഷിക്കുമെന്ന് ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷു പറയുന്നു. ഒരു ടൂളും കൂടെ പരിചയപ്പെടുത്താം. ഫെങ്ഷു പ്രകാരം 4 ദിക്കുകൾ 4 സ്വർഗീയ മൃഗങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നു എന്നാണ്. അപ്പോൾ നോർത്ത് ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടോർട്ടോയ്സ് വയ്ക്കാം. സൗത്തിലാണെങ്കിലോ ഫീനിക്സ് ബേർഡ് വയ്ക്കാം. വെസ്റ്റിലാണെങ്കിലോ വൈറ്റ് ടൈഗർ വയ്ക്കാം. ഈസ്റ്റിൽ ഗ്രീൻ ഡ്രാഗൺ വയ്ക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള സിമ്പിൾസ് വീടിൻ്റെ 4 ദിക്കിൽ സൂക്ഷിക്കുമ്പോൾ വീട് വാസ്തുപ്രകാരം സംരക്ഷിക്കാനായിട്ട് ഈ 4 അനിമൽസിന് സാധിക്കുമെന്നാണ്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളുമുള്ള ഒരു 2025 ഭവിക്കട്ടെ. 9 നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യൂ, നിങ്ങളിലേക്ക് സമ്പത്ത് വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.